കഴുത്തോളം ചെളിയിൽ മുങ്ങിയാളെ രക്ഷപ്പെടുന്ന കാഴ്ച കണ്ടു. അതൊരു ആശ്വാസ ദൃശ്യമായി. ഇപ്പോൾ ഈ പാലം അതൊരു ആശ്വാസ ദൃശ്യമാണ്. ഈ പാലം ഏറ്റവും പ്രധാനമാണ്. കാര്യം ഈ സമയത്ത് ഈ പാലം ഉണ്ടാവുന്നത് അതിപ്രധാനമാണ്. കാര്യം ഇരുട്ടാകാൻ പോകുന്നു, മഴ പെയ്യാൻ പോകുന്നു, കോടമഞ്ഞാണ്. ഹെലികോപ്റ്ററിൽ എത്തുകയാണ്. ഇത് എയർലിഫ്റ്റിങ്ങിനുള്ള ഹെലികോപ്റ്ററാണോ അതോ നിരീക്ഷണമാണോ എന്ന് അല്പസമയത്തിനകം അറിയാം. മുഖ്യമന്ത്രി പറയുകയാണ് രാത്രി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ സാധ്യതയില്ലാന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങേയറ്റം എന്താണ് ആ മേഖലയെക്കുറിച്ച് അവിടെ ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ മേഖലയുടെ വ്യാപ്തി ഇപ്പോഴും നമുക്ക് എന്താണ് അവസ്ഥ നമുക്കിപ്പോഴും അറിയില്ല. അവിടെ അല്പപ്രാണികളായ മനുഷ്യന്മാരുണ്ടോ എന്നറിയില്ല. അവരെ റെസ്ക്യൂ നടത്താതെ രാത്രി രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചാൽ അതെങ്ങനെയാകുമെന്ന് അറിയില്ല. അത് എത്രത്തോളം സാധ്യമാണെന്നും അറിയില്ല. അവിടെ ഒരുപാട് ഫ്ലഡ് ലൈറ്റുകളൊക്കെ എത്തിച്ചാൽ അല്ലെങ്കിൽ സെർച്ച് ലൈറ്റുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ രാത്രിയും രക്ഷാപ്രവർത്തനം തുടരാൻ കഴിയുമോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്ക് രാത്രി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം എത്ര ദുഷ്കര സാഹചര്യത്തിലാണെങ്കിലും രാത്രി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുക എന്നത് ആലോചിക്കാൻ കഴിയുന്ന ഒരവസരമാണോ ഇതെന്ന കാര്യം ഉറപ്പായും അറിയില്ല. എന്തായാലും ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ നിരീക്ഷണ പറക്കൽ നടത്തുന്നു എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, എന്താണ് വിവരങ്ങൾ? ഈ നിരീക്ഷണ പറക്കലിന് ശേഷം എന്തായിരിക്കും ഇവിടെ തീരുമാനം? വൈകിക്കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ സർവീസ് നടത്തുക കൂടി ദുഷ്കരമാകുമെന്ന് നമുക്കറിയാം. പറയൂ വിശദാംശങ്ങൾ. ഇപ്പോൾ ഹെലികോപ്റ്റർ ആദ്യഘട്ടത്തിൽ നിരീക്ഷണ പറക്കലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം കാലാവസ്ഥ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പ്രതികൂലമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്റർ അവിടെ വരികയും പിന്നീട് അത് കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്റർ വീണ്ടും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ ദുരന്തം നടന്ന ഈ സ്കൂളിന് സമീപത്താണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഉയർന്നായിരുന്നു ഹെലികോപ്റ്റർ പറത്തിരുന്നതെങ്കിൽ ഇപ്പോൾ താഴത്തേക്ക് കുറച്ചുകൂടി താഴ്ന്നാണ് ഹെലികോപ്റ്റർ ഇപ്പോൾ പറക്കുന്നത്. കാരണം നിലവിൽ കുറെ കൂടി ക്ലോസ് ആയിട്ട് ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വിലയിരുത്തുകയും പിന്നീടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു വില്ലനായി നിൽക്കുന്നത് മഴയാണ്. കാരണം കുറച്ച് മുമ്പ് വരെ മഴ കുറച്ചൊന്ന് ശമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ അധികമായിട്ടുണ്ട് എന്നുള്ളതാണ്. ചെറിയ രീതിയിൽ മഴ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ മഴ വീണ്ടും വില്ലനാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല ചെറിയ രീതിയിൽ ഇരുട്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ വലിയ രീതിയിൽ കോടയും ഈ ഭാഗത്ത് ഉണ്ട്. കാരണം വരുന്ന വഴികളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ ഇത് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്കൊപ്പം ചേരുകയായിരുന്നു. 108 പേർ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. സങ്കടകരമാണ്. ഓരോ മിനിറ്റും പിന്നിടുമ്പോൾ കൂടുതൽ ആൾക്കാർ മരിച്ചു എന്ന വാർത്ത വരുന്നപ്പോൾ ആർമി നിർമ്മിച്ച പാലം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു, ആളുകൾ ഇത് ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. ഇരുട്ട് വീഴുകയാണ്. അതിനു മുമ്പ് എത്രയധികം ആളുകൾ പുഴ കടത്തണം? ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? നിരീക്ഷണ പറക്കൽ കഴിഞ്ഞാൽ ഈ ഹെലികോപ്റ്ററിൻ്റെ പരിപാടി എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ മുണ്ടക്കൈ മേഖലകളിൽ നിന്നും എയർലിഫ്റ്റ് ചെയ്യുക, ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ താഴ്ന്നു പറന്ന് എയർലിഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സംവിധാനമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇത് ആർമിയുടെ ഹെലികോപ്റ്ററാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇത് ഏറ്റവും താഴെ ഈ പുഴയോട് തൊട്ട് താഴ്ന്ന് പറക്കുകയാണ് ഈ ഹെലികോപ്റ്റർ. ഇപ്പോൾ ഈ കരയിൽ കാത്തു നിൽക്കുന്ന ഏതാണ്ട് 100-നടുത്ത് ആളുകളുണ്ട്. ആ ആളുകളെ എല്ലാവരെയും തന്നെ ഇന്ന് തന്നെ അവിടെ നിന്നും ഇക്കരെ കരയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. കാരണം അത്രയധികം ആളുകൾ ഇവിടെ നിലവിലിപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു കാണാമെന്ന്. കാരണം നമുക്ക് വലിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ഒരു പൗരൻ പോലും അവൻ ആപത്ത് വരുമ്പോൾ സൈന്യം അവന്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് നിലവിലിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഇതാ വളരെ ദുർഘടം പിടിച്ച സ്ഥലത്ത്, വളരെ ദുർഘടം പിടിച്ച ഈ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട, ഉരുൾപൊട്ടലിൽ എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയ പ്രദേശത്ത് നിലവിലിപ്പോൾ സൈന്യം അതിസാഹസികമായി ഹെലികോപ്റ്റർ ഇറക്കുകയാണ്. ഇതിനു മുൻപ് പല സ്ഥലങ്ങളിലും ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ വായുസേനയുടെ ഏറ്റവും ദുഷ്കരമായ ദൗത്യമാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ഇതിനു മുൻപ് ഒരിക്കൽ പോലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ വായുസേനയുടെ നേതൃത്വത്തിൽ ഇത്ര അപകടം പിടിച്ച റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നിലവിലിവിടെ വായുസേന എത്തിയിരിക്കുന്നു. അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. 2 രീതിയിൽ ഇതിനോടകം റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഒന്ന്, NDRF ഈ വടത്തിൽ ആളുകളെ ഇക്കരക്കരയിലേക്ക് എത്തിക്കുന്നു. മറ്റൊന്ന്, ആർമി താൽക്കാലിക പാലം നിർമ്മിച്ച് ആളുകളെ കരയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ
അത് മതിയാകില്ല SKN. അതൊരു സത്യമാണ്, അത് നമ്മൾ അംഗീകരിക്കണം. കാരണം അത് മതിയാകില്ല. ആ മുണ്ടക്കയിലെ മുഴുവൻ ആളുകളെയും തിരികെ കൊണ്ടുവരുന്നതിന് അത് മതിയാകില്ല. SKN അത് ലാൻഡ് ചെയ്തിരിക്കുന്നു. SKN അതീവ അപകടം പിടിച്ച സ്ഥലത്ത്, അതീവ ദുർഘടം പിടിച്ച സ്ഥലത്ത് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ. അല്പസമയത്തിനകം ഈ അക്കരക്കരയിലുള്ള മുഴുവൻ ആളുകളെയും അവരുടെ സാധന സാമഗ്രികളും അടക്കം അവരെ ഇന്ത്യൻ വായുസേന രക്ഷിക്കും, ഇന്ത്യൻ വായുസേന മോചിപ്പിക്കും, ഇന്ത്യൻ വായുസേന അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ്. ഈ അപകടം പിടിച്ച ഈ ദുരന്ത ഭൂമിയിലേക്ക് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി വളരെ സാഹസികമായിട്ടാണ് ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്തരമൊരു ടെറൈനിൽ ഈ ദുരന്തം പെയ്തിറങ്ങിയ ഈ ടെറൈനിലേക്ക് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത. നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ അപകടസന്ധിയിൽപ്പെടുമ്പോൾ ദുരന്ത മുഖത്തേക്ക് പട്ടാളം എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാം. സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ് ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ വന്നിറങ്ങിയത്. ഒരുപക്ഷെ അവിടെയുള്ള അസുഖം ബാധിച്ചവരെയും മറ്റുള്ളവരെയും ഒക്കെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് ഇന്ത്യൻ വായുസേനയുടെ ഈ ഹെലികോപ്റ്റർ അവിടെ ഈ ദുരന്ത മണ്ണിൽ പറന്നിറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് കണ്ട ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആഷ്മി, ഒരുപക്ഷെ ഈ നിമിഷം നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. വയനാട് പോലെയുള്ള അപകടം പിടിച്ച ഒരു ടെറൈനിൽ, അതും ഉരുൾപൊട്ടലിൽ ഇത്ര പേരുടെ മനുഷ്യന് ഹാനി ഉണ്ടാക്കിയ ഉരുൾപൊട്ടലിൻ്റെ തീരമുഖത്ത്, ദുരന്ത മുഖത്താണ് നമ്മുടെ ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നത്. സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ്. ഹാഷ്മി, സല്യൂട്ട് അർഹിക്കുന്നു എയർഫോഴ്സ്. SKN കാര്യം അത്രത്തോളം ദുഷ്കരമായ ഒരു ടെറൈനിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനടുത്ത്, വെള്ളമൊഴുകുന്നതിനടുത്ത് വളരെ ശ്രമകരമായി നൂലിൽ പിടിച്ചെന്ന വണ്ണം ആ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യുന്നതിൽ നമ്മുടെ എയർഫോഴ്സിൻ്റെ ഇക്കാര്യത്തിലെ കാര്യപ്രാപ്തി, അവരുടെ ഡെഡിക്കേഷൻ വളരെ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ ഉറപ്പായും ചരിത്രത്തിലേക്ക് ദൃശ്യങ്ങളാണെന്നതിൽ ഒരു തർക്കവുമില്ല.